Hi guys, welcome back to Kerala Tech Academy. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് SSC-JEE-യുടെ കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുക. അതായത് മെയിനായിട്ട് നമ്മൾ മെഷർമെൻറ്റ്സ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ വരുന്ന SSC-JEE ഇലക്ട്രിക്കലിൻ്റെ ഒരു സിലബസ് ആണ് ഇത്. ജസ്റ്റ് കാണിക്കാം. അതായത് മെഷർമെൻറ്റ് ഓഫ് പവർ സിംഗിൾ ഫേസ് ആൻഡ് 3 phase ബോത്ത് ആക്റ്റീവ് ആൻഡ് റിയാക്റ്റീവ് ആൻഡ് എനർജി 2 watt meter method of 3 phase power measurement ഇതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈ 2 watt meter മെത്തേഡിനെ കുറിച്ചൊക്കെയുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഇതിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നതാണ്. ഓക്കെ, നൗ മെഷർമെൻറ്റ് ഓഫ് ഫ്രീക്വൻസി ആൻഡ് ഫേസ് ആംഗിൾ, അതേപോലെ അമ്മീറ്റർ ആൻഡ് വോൾട്ട്മീറ്റർ, ഇതെന്നൊക്കെ വളരെയധികം നന്നായിട്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതായത് മൂവിങ് അയൺ, മൂവിങ് കോയിൽ, DC ഏത് ടൈപ്പാണ്, അതേപോലെ AC മൂവിങ് അയണാണോ മൂവിങ് കോയിലാണോ. അപ്പോൾ എല്ലാവർക്കും ഓർക്കാൻ വേണ്ടിയുള്ള സിമ്പിളായിട്ട് ഓർക്കാൻ DC എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്നൊക്കെ ഓർക്കാനുള്ള പറഞ്ഞുതരാം നിങ്ങൾക്ക് ഞാൻ. അതേപോലെ എക്സ്റ്റൻഷൻ ഓഫ് റേഞ്ച് ഓഫ് വാട്ട് മീറ്റർ, അതും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ടെക് അക്കാഡമിയുടെ തന്നെ 3-4 ക്ലാസ്സായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. വാട്ട് മീറ്ററിൻ്റെ അടിപൊളിയായിട്ട് തന്നെ 2-3-4 ക്ലാസ്സായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വാട്ട് മീറ്റർ മെത്തേഡുകൾ. ഓക്കെ, പിന്നെ മൾട്ടിമീറ്റർ, മെഗർ, എനർജി മീറ്റർ, AC ബ്രിഡ്ജസ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബ്രിഡ്ജസ് ഇമ്പോർട്ടൻ്റ് ആണ്. ലോ വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് എങ്ങനെ മെഷർ ചെയ്യാം, ഹൈ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ്, ലോ വാല്യൂ ഓഫ് ഇൻഡക്റ്റൻസ് ഒക്കെ എങ്ങനെ മെഷർ ചെയ്യാം, ഏത് ബ്രിഡ്ജാണ് യൂസ് ചെയ്യുക, അങ്ങനത്തെ റിലേറ്റഡ് ചോദ്യങ്ങൾ കൂടുതൽ കണ്ടിട്ടുണ്ട്. നൗ യൂസ് ഓഫ് CRO, സിഗ്നൽ ജനറേറ്റർ, CT, PT ആൻഡ് അതർ യൂസസ് ആൻഡ് ദെയർ യൂസസ്, പിന്നെ എർത്ത് ഫോൾട്ട് ഡിറ്റക്ഷൻ, ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന നമ്മുടെ മെഷർമെൻറ്റ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്. അതായത് ഇലക്ട്രിക്കൽ മെഷർമെൻറ്റ്സിന് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയാസ് SSC-JEE-ക്ക്. ഓക്കെ, നൗ നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ വെറുതെ ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി, നമ്മൾ എങ്ങനെയൊക്കെയാണ് ചോദിക്കുന്നത് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി നമ്മൾ ഒരു 15 ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സാധാരണ SSC-ക്ക് തന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ. ഓക്കെ, നൗ അപ്പോൾ ഫസ്റ്റത്തെ ചോദ്യം നമുക്ക് പറയാം. മൂവിങ് കോയിൽ PMMC ആൻഡ് മൂവിങ് കോയിൽ ഇൻസ്ട്രുമെൻറ്റ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ് ബൈ ഒബ്സർവിങ് ഇറ്റ്സ്. എന്താണ് നമുക്ക് മൂവിങ് കോയിലും മൂവിങ് അയൺ ഇൻസ്ട്രുമെൻറ്റും കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ തിരിച്ചറിയാമെന്നാണ് ചോദിച്ചിരിക്കണം. അതിൻ്റെ സൈസ് ഓഫ് ടെർമിനലാണോ, അതോ പോയിൻ്റർ ആണോ, റേഞ്ച് ആണോ, സ്കെയിലാണോ എന്ന ചോദ്യം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അറിയുന്നവരാണെങ്കിൽ എടുത്ത് ഒരു പേനയും പേപ്പറും എടുത്തിട്ട് മാർക്ക് ചെയ്ത് ഉത്തരങ്ങൾ മാർക്ക് ചെയ്ത് വയ്ക്കുക. അല്ലാത്തൊരു കുഴപ്പമില്ല, ചുമ്മാ കേട്ട് പോവുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഇതിനെക്കുറിച്ച് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫോർമുലാസും എങ്ങനെയൊക്കെയാണ് ആ ഒരു പോയിൻറ്റ്സുകൾ നിങ്ങൾ പഠിച്ച് ഫോളോ ചെയ്ത് പോയി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ക്ലിയറായിട്ട് നല്ല രീതിയിൽ SSC-JEE മെഷർമെൻറ്റ്സിൻ്റെ ചോദ്യങ്ങൾ അറ്റൻഡ് ചെയ്യാമെന്ന് ഞാൻ കോൺഫിഡൻസ് തരുന്നു. നോ, അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻ വേറൊന്നുമല്ല, അതിൻ്റെ സ്കെയിൽ കണ്ടിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക അത് മൂവിങ് കോയിലാണോ അതോ മൂവിങ് അയൺ ഇൻസ്ട്രുമെൻ്റ് ആണോ എന്ന്. ഓക്കെ, നൗ അടുത്തത് ഡൈനാമോ ടൈപ്പ് വാട്ട് മീറ്റർ ക്യാൻ ബി യൂസ്ഡ് ഓൺ. ഇത് എപ്പോഴും ചോദിച്ചിട്ടുള്ളതാണ്. DC ആണോ അതോ AC ആണോ അതോ റെക്ടിഫൈഡ് AC ഓൺലി ആണോ അതോ AC ആസ് വെൽ ആസ് DC ആണോ? നമ്മുടെ ഇതിൻ്റെ ഉത്തരം വേറൊന്നുമല്ല, AC ആസ് വെൽ ആസ് DC ആണ്. ഡൈനാമോ ടൈപ്പ് വാട്ട് മീറ്റർ നമുക്ക് AC-യിലും DC-യിലും യൂസ് ചെയ്യാം. ഓക്കെ, ഇതും ഈ ഡൈനാമോ ടൈപ്പ് വാട്ട് മീറ്ററിനെ കുറിച്ച് നിരവധി ചോദ്യങ്ങൾ SSC-JEE-ൽ ചോദിച്ച് കണ്ടിട്ടുണ്ട്. നൗ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് ആൻ ഇൻറ്റഗ്രേറ്റഡ് ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്. ഏതാണ് നമ്മുടെ ഇൻറ്റഗ്രേറ്റഡ്, എന്താണ് ഇൻറ്റഗ്രേഷൻ ടൈപ്പ് ഇൻസ്ട്രുമെൻറ്റ്? ടൈമിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എനർജി അല്ലെങ്കിൽ പവർ കൺസപ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതെങ്ങനെയാണ്? നമ്മുടെ വീട്ടിൽ 2 മാസം കൂടുമ്പോഴല്ലേ നമുക്ക് എനർജി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ എത്ര പവർ യൂസ് ചെയ്തിരിക്കണമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അത് എന്ത് വെച്ചിട്ടാണ്? അത് എനർജി മീറ്റർ വെച്ചിട്ടാണ്. അപ്പോൾ പഠിക്കുക, ഇൻറ്റഗ്രേറ്റിംഗ് ടൈപ്പ് ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ എനർജി മീറ്ററാണ്. ഓക്കെ, നൗ അടുത്ത ചോദ്യം, ദ സ്കെയിൽ ഓഫ് മൂവിങ് അയൺ MI ഇൻസ്ട്രുമെൻറ്റ് ഈസ് യൂണിഫോം ആണോ അതോ ലീനിയർ ആണോ, ക്രാംപ്ഡ് ആണോ, ഓൾ ഓഫ് ദ എബവ് ആണോ? ആക്ച്വലി നോൺ ലീനിയർ ആയിട്ടാണ് നമ്മുടെ സ്കെയിൽ വേരി ചെയ്യുന്നത്. അതായത് ഈക്വൽ ഡിസ്റ്റൻസ് അല്ല, പകരം ഇതിങ്ങനെ കൂടി പോവും. ഓക്കെ, അപ്പോൾ മനസ്സിലായില്ലേ? സ്കെയിൽ വെച്ചിട്ടാണ് നമ്മൾ MIയും MCയും ഡിസ്റ്റിങ്വിഷ് ചെയ്ത് മനസ്സിലാക്കുക. അതേപോലെ
അതേപോലെ തന്നെ സ്കെയിൽ എങ്ങനെയായിരിക്കും? നോൺ യൂണിഫോം അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിരിക്കും. അതായത് ഇവിടെ നമുക്ക് ഓപ്ഷനിലുള്ളത് ക്രാംപ്ഡ് എന്നാണ് കേട്ടോ, അതിന് സിമിലർ ആയിട്ടുള്ളത്. ഓക്കെ, നൗ നെക്സ്റ്റ് ചോദ്യം. എ ഡി സി meter has an resistance of 0.1 ohm and a current range of 0 to 100 amps and should be extended to 0 to 500 amps. അപ്പോൾ 0 to 100 amps നിന്ന് 0 to 500 ആംസിലേക്ക് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. ഏത്? നമ്മുടെ ഡി സി അമ്മീറ്റർ. അപ്പോൾ അതിൻ്റെ റെസിസ്റ്റൻസ് 0.1 ohm ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതെങ്ങനെ കണ്ടെത്താം? ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേ ഞാനൊരു കാര്യം പറയാനുള്ളത്, ഇവിടെ ഈ എം ഐ ഇൻസ്ട്രുമെൻറ്റിൽ എപ്പോഴും ചോദിച്ചിട്ടുണ്ട് ടോർക്ക് എന്ന് പറഞ്ഞാൽ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഐ സ്ക്വയർ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ടോർക്ക് പ്രൊപ്പോർഷണൽ ടു ഐ സ്ക്വയർ ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാർക്ക് ചെയ്ത് വയ്ക്കുക. എപ്പോഴും എം ഐ ഇൻസ്ട്രുമെൻറ്റിൽ ടോർക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഐ സ്ക്വയർ ആണ്. അതുകൊണ്ടാണ് നോൺ ലീനിയർ ബിഹേവിയർ കാണിക്കുന്നത്, മീൻസ് നോൺ യൂണിഫോം ആയിട്ട് കാണിക്കുന്നത്, അതായത് ക്രാംപ്ഡ് ആണ്. നൗ അതേപോലെ ഈ ഡൈനാമോ ടൈപ്പ് വാട്ട് മീറ്റർ ഞാൻ പറഞ്ഞു എ സിയിലും ഡി സിയിലും യൂസ് ചെയ്യാമെന്ന്. ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആവറേജ് ആക്റ്റീവ് പവറാണ് മെഷർ ചെയ്യുക. എന്താണ് മെഷർ ചെയ്യുക? ആവറേജ് ആക്റ്റീവ് പവറാണ് മെഷർ ചെയ്യുക. ഓക്കെ, ഈ ടൈപ്പ് ഓഫ് വാട്ട് മീറ്റർ ആണ് പിന്നെ നമ്മുടെ ലബോറട്ടറീസിലും യൂസ് ചെയ്ത് കാണുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ്. അതേപോലെ നമ്മുടെ എനർജി മീറ്ററിൻ്റെ ഒരു കാര്യം പറയാനുള്ളത്, എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ള വേറൊരു ടൈപ്പ് ഓഫ് ചോദ്യമാണ്. KSEBയിലാണെങ്കിലും SSC JEEലാണെങ്കിലും ഒക്കെ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ അതിൻ്റെ രണ്ട് ടൈപ്പ് ഓഫ് കോയിലുകളുണ്ട്, പൊട്ടൻഷ്യൽ കോയിൽ, കറണ്ട് കോയിൽ പറയുമ്പോൾ ഇതിൽ പൊട്ടൻഷ്യൽ കോയിൽ എന്ന് പറയുന്നത് ഹൈലി ഇൻഡക്റ്റീവാണ്. പ്യുവർലി അല്ല, ഹൈലി ഇൻഡക്റ്റീവാണ്. എപ്പോഴും കൺഫ്യൂസ് ചെയ്യാൻ പ്യുവർലി ഇൻഡക്റ്റീവും ഹൈലി ഇൻഡക്റ്റീവും കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഉത്തരം ഹൈലി ഇൻഡക്റ്റീവാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാനത് കാണിച്ചത്. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ചാമത്തെ ചോദ്യമാണ്. ഡി സി അമ്മീറ്റർ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 0.1 ohm. ഇത് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. 0 to 100 amps നിന്ന് 0 to 500 ആംസിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പോൾ നമുക്കൊരു ഫോർമുലയുണ്ട്, RSH ഈക്വൽ ടു RM divided by M minus 1. ഞാൻ മൗസ് കൊണ്ടാണ് എഴുതുന്നത്, അതുകൊണ്ടാണ് ക്ഷമിക്കണം. അപ്പോൾ RSH ഈക്വൽ ടു ഞാൻ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ എഴുതി വയ്ക്കുക. RSH ഈസ് ഈക്വൽ ടു RM by M minus 1. ഓക്കെ, അപ്പോൾ ഇതിൽ മീറ്റർ റെസിസ്റ്റൻസ് തന്നിട്ട് 0.1 ohm തന്നിട്ടുണ്ട്. ഈ M എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, M is equal to I by IM. അതായത് നമുക്ക് ഏത് കറണ്ടാണോ മെഷർ ചെയ്യേണ്ടത്, എത്ര ഹയസ്റ്റ് വാല്യൂ ആണോ മെഷർ ചെയ്യേണ്ടത്, അതാണ് IM. നമ്മുടെ ഉള്ള കറണ്ട് മെഷർ ചെയ്യാൻ പറ്റുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതിൻ്റെ ഹയസ്റ്റ് വാല്യൂ എന്താണോ അതാണ് I. അപ്പോൾ ഇതിൽ നമുക്ക് 100 ആണുള്ളത്. ഓക്കെ, അപ്പോൾ സോറി, ചെറിയൊരു തെറ്റുണ്ട്. I by IM എന്നാണെങ്കിൽ IM എന്ന് പറഞ്ഞാൽ RM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീറ്റർ റെസിസ്റ്റൻസ്, അതേപോലെ IM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴുള്ള മീറ്ററിൻ്റെ എന്താണ് വാല്യൂ, അതായത് മാക്സിമം റേഞ്ച്. അതാണ് ഇപ്പോഴുള്ള റെസിസ്റ്റൻസ് ഏതാ, നമ്മുടെ ഉള്ള റെസിസ്റ്റൻസ് റേഞ്ചുള്ള ഏതാ, 0 to 100 amps ആണ്. അപ്പോൾ IM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 ആയിരിക്കും, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ആയിരിക്കും. ഓക്കെ, ഈ മുകളിൽ ന്യൂമറേറ്ററിലാണ് നമ്മൾ മെഷർ ചെയ്യേണ്ട വാല്യൂ എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ 500 by 100 എത്രയാണ്? 5 ആണ്. റൈറ്റ്. അപ്പോൾ RM നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് RSH ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. RSH പറഞ്ഞാൽ RM by M minus 1. RMക്കറിയാം 0.1 ഡിവൈഡഡ് ബൈ 5 minus 1. 5 minus 1 4 ആണെന്നറിയാം. അപ്പോൾ 0.1 ഡിവൈഡഡ് ബൈ 4 ഇസ് നത്തിങ് ബട്ട് 0.025. ഫൈൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ഫോർമുല പഠിച്ചു വയ്ക്കുക. ഇത് നമ്മൾ എക്സ്റ്റൻഷൻ ഓഫ് കറണ്ടാണ്, അതായത് എമ്മീറ്ററാണ് നമ്മൾ പഠിച്ചത്. അതേപോലെ എക്സ്റ്റൻഷൻ ഓഫ് വോൾട്ട് മീറ്റർ ഉണ്ട്. അപ്പോൾ നമ്മളത് പഠിക്കാം. നമുക്ക് അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അടുത്ത ക്ലാസ്സിൽ. അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഫോർമുലാസ്, ഇതുപോലത്തെ ഫോർമുലാസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കാണുക കേട്ടോ വീഡിയോ അവസാനം വരെ. അടുത്ത ചോദ്യം, മെഗർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ടു മെഷർ എന്താണ്, വെരി ലോ റെസിസ്റ്റൻസ് ആണോ, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ആണോ, ക്യൂ ഓഫ് കോയിലാണോ, ഇൻഡക്റ്റൻസ് ഓഫ് ദ കോയിലാണോ? വേറെ ഒന്നുമല്ല, ഇത് മെഗർ ഈസ് യൂസ്ഡ് ടു മെഷർ ഇൻസുലേഷൻ റെസിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ B.
വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്ത ചോദ്യം, വിച്ച് ഇൻസ്ട്രുമെൻറ്റ് ഹാസ് ദ ലോവസ്റ്റ് റെസിസ്റ്റൻസ്? ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏത് ഇൻസ്ട്രുമെൻ്റാണുള്ളത്? അമ്മീറ്ററിനാണോ, വോൾട്ട് മീറ്ററിനാണോ, മെഗറിനാണോ, അതോ ഫ്രീക്വൻസി മീറ്ററിനാണോ ഉള്ളത്? വേറെ ഒന്നിനുമല്ല, നമ്മുടെ ഉത്തരം അമ്മീറ്ററിനാണുള്ളത്. അമ്മീറ്റർ കറണ്ട് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ്. അപ്പോൾ അതിൽ ഹൈ റെസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ കറണ്ട് മീൻസ് അത് കൂടുതൽ കറണ്ട് വലിക്കും, ലോഡിങ് ഉണ്ടാവും. അതുകൊണ്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ. സോ ഇറ്റ് ഷുഡ് ഹാവ് എ ലോ റെസിസ്റ്റൻസ് വാല്യൂ. അതായത് എന്നാലേ ആണ് അതിന് ആക്യുറേറ്റായിട്ട് നമുക്ക് ഇൻസ്ട്രുമെൻ്റ് ആക്യുറേറ്റായിട്ട് നമുക്ക് കറണ്ട് മെഷർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതാണ് അമ്മീറ്റർ. ഓക്കെ, അമ്മീറ്റർ ഹാസ് എ ലോവസ്റ്റ് റെസിസ്റ്റൻസ് വാല്യൂ. ഓക്കെ, അത് ഓർത്തുകാളൊരു വഴിയാണ് ഞാൻ പറഞ്ഞിട്ടോ. അതുപോലെ ടു ഇൻക്രീസ് ദ റേഞ്ച് ഓഫ് വോൾട്ട് മീറ്റർ എന്താ ചെയ്യേണ്ടത്? വോൾട്ട് മീറ്റർ ഇൻക്രീസ് ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? എ ലോ റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ്, എ ലോ റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ, എ ഹൈ റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ്, എ ഹൈ റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് ഇൻ പാരലൽ. അപ്പോൾ എന്തായിരിക്കും? എ ഹൈ റെസിസ്റ്റൻസ് ഇസ് കണക്റ്റഡ് ഇൻ സീരീസ്. അങ്ങനെയാണ് നമുക്ക് വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ഒരു ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് നമ്മുടെ ഹൈ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് വോൾട്ട് മീറ്ററിന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ട് മീറ്ററിൻ്റെ റേഞ്ച് ഓഫ് മെഷർമെൻറ്റ് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അടുത്തത്, ഇത് കൺട്രോളിങ് ടോർക്ക് ഇൻ എ ഗ്രാവിറ്റി കൺട്രോൾഡ് മീറ്റർ ഈസ് പ്രൊപ്പോർഷണൽ ടു. കൺട്രോളിങ് ടോർക്ക് പറഞ്ഞാൽ ടി സി. ഈ ടി സി എന്ന് പറഞ്ഞാൽ ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു വേറെ ഒന്നുമല്ല, ഇറ്റ് ഈസ് പ്രപ്പോർഷണൽ ടു സൈൻ തീറ്റയാണ് കേട്ടോ, സൈൻ തീറ്റ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ബി ആണ്. ഫൈൻ, കൺട്രോളിങ് ടോർക്ക് ഈസ് പ്രപ്പോർഷണൽ ടു സൈൻ തീറ്റ. നമ്മൾ പഠിക്കും, നമ്മളിങ്ങനെ പോയിൻ്റ് വൈസായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അടുത്തതിന് അമ്മീറ്റർ ഈസ് ഒബ്റ്റെയിൻഡ് ബൈ ഷണ്ടിങ് എ 30 ohm ഗാലനോമീറ്റർ വിത്ത് 30 ohm റെസിസ്റ്റൻസ്. What is the additional shunt which should be connected across it to double the range? ഓക്കെ, അപ്പോൾ നമുക്കൊരു അമ്മീറ്റർ ഉണ്ട്. അപ്പോൾ ആ അമ്മീറ്ററിന് ഒരു പാരലലായിട്ട് ഒരു 30 ohm ഉണ്ട്. അതേപോലെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസും 30 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് എന്താണ്? പാരലായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് 15 ohm ആണ്. റൈറ്റ്, 15 ohm ആണ്. ഓക്കെ, നമ്മുടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? എങ്ങനെയാണ് ഇതിൻ്റെ മെഷറിങ് റേഞ്ച് ഡബിൾ ആക്കുക എന്ന്. ഓക്കെ, നമുക്ക് 15 ohm ആണ് ഇപ്പോൾ നിലവിലുള്ള റെസിസ്റ്റൻസ്. അപ്പോൾ അത് ഇപ്പോൾ മെഷർ ചെയ്യുന്ന കറണ്ടിനേക്കാളും ഡബിൾ ആക്കണമെങ്കിൽ ഇതിൻ്റെ റെസിസ്റ്റൻസ് എന്തായിരിക്കണം? റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ 2 ആയിരിക്കണം. നമുക്കറിയാം കറണ്ട് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആർ. അപ്പോൾ എന്തായിരിക്കും? റെസിസ്റ്റൻസിൻ്റെ വാല്യൂ പാതിയായി കുറഞ്ഞാൽ കറണ്ടിൻ്റെ വാല്യൂ ഡബിളായി കൂടും. ഓക്കെ, അപ്പോൾ കറണ്ട് പാസ് ചെയ്യുന്നത് ഡബിളായി കൂടും. അപ്പോൾ നമുക്ക് ഒരു 15 ohm കൂടിയും പാരലായിട്ട് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മതി. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അമ്മീറ്ററിൻ്റെ റേഞ്ച് ഡബിൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. അടുത്ത ചോദ്യം, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് ഈസ് യൂസ്ഡ് ടു കോമ്പൻസേറ്റ് എറർ ഡ്യൂ ടു. സ്വാമ്പിംഗ് റെസിസ്റ്റൻസ് ഈസ് യൂസ്ഡ് ടു കോമ്പൻസേറ്റ് ദ എറർ ഡ്യൂ ടു ടെമ്പറേച്ചർ വേരിയേഷൻസ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അടുത്തത്, എ സ്റ്റാറ്റിക് കോമ്പിനേഷൻ ഓഫ് control coil and the compensating coil is used in measure to minimize the effect of. A static combination of control coil and compensating coil is used in measure to minimize the effect of. Option A, stray capacitance. Option B, surface leakage. Option C, stray magnetic field. And option D, aging of magnet. നമ്മുടെ ഉത്തരം it is to minimize the effect of stray magnetic field. Okay, stray magnetic field. ഓക്കെ, ഇതൊക്കെ നമ്മുടെ SSC JEE ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന് റിലേറ്റഡ് ആയിട്ടുള്ള മീൻസ് ഈ ഒരു മോഡലാണ് നമ്മൾ ചോദിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. അതേപോലെ ഈ ഒരു മോഡലിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസിന് വേണ്ടി ഈ ഒരു മോഡലിൽ നിങ്ങൾക്ക് നിങ്ങളെ എക്സാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുക മെഷർമെൻറ്റ്സ്. അല്ലാതെ വലിച്ചു വാരി കുറേ പഠിക്കരുത് എന്നാണ് നമ്മുടെ ഒരു സജഷൻ. ഓക്കെ, നൗ ദ റെസിസ്റ്റൻസ് ഓഫ് എൻ ഇൻസുലേഷൻ ഈസ് ഇൻ ജനറൽ with temperature rise. The resistance of insulation will എന്താണ്?
ഡിക്രീസ് ആയിരിക്കും. ഇറ്റ് വിൽ ഡിക്രീസ് വിത്ത് ടെമ്പറേച്ചർ റൈസ്. ഓക്കെ, ഇതും എല്ലാവരും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ഉത്തരമാണ് കേട്ടോ. നോ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് ഡസ് സഫർ ഫ്രം എറർ ഡ്യൂ ടു മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ്? ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഹിസ്റ്ററിസിസ് കാരണം ചില ഇൻസ്ട്രുമെൻറ്റിൽ ഉണ്ടാവുന്ന എറർ. അപ്പോൾ ആ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻ്റ് ഏതാണ്? ഇൻഡക്ഷൻ ടൈപ്പാണോ, അതേപോലെ ഇലക്ട്രോ ഡൈനാമിക് ടൈപ്പാണോ, മൂവിങ് അയൺ ടൈപ്പാണോ, അതോ PMMC ടൈപ്പാണോ? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക എന്താ വെച്ചാൽ അയേണിൻ്റെ പ്രസൻസ് ഉണ്ടെങ്കിലാണ് ഹിസ്റ്ററിസിസ് ഉണ്ടാവുക. അപ്പോൾ ഒബ്വിയസ്ലി ഇറ്റ് വിൽ ബി ഡ്യൂ ടു മൂവിങ് അയൺ, അതായത് MI ഇൻസ്ട്രുമെൻറ്റിലായിരിക്കും. ഓക്കെ, നോ അടുത്ത ചോദ്യം 15th ചോദ്യം 14 ചോദ്യമാണ്. റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ് കോപ്പർ അറ്റ് 20 ഡിഗ്രി സെൽഷ്യസ്. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക. ഡിഫറൻറ്റ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ഓഫ്, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോപ്പർ അതേപോലെ അലുമിനിയത്തിൻ്റെയൊക്കെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ്, നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെ ടെമ്പറേച്ചർ കോഎഫിഷ്യൻറ്റും റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റും ഒക്കെ പഠിച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. അത് നെഗറ്റീവ് റെസിസ്റ്റൻസ് ആണോ, പോസിറ്റീവ് റെസിസ്റ്റൻസ് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണോ ഉള്ളതെന്നൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വേറെ ഒന്നുമല്ല, 0.00393 പെർ ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മുടെ അവസാനത്തെ ചോദ്യം, ടു മാക്സിമൈസ് ദ ഡ്രൈവിംഗ് ടോർക്ക് ഇൻ എൻ ഇൻഡക്ഷൻ type instrument, flux produced by shunt coil and series coil should be option A in phase with each other, in quadrature with each other, displaced by 45 degree and out of phase with respect to each other. അതായത് നമ്മൾ ആംഗിളിൻ്റെ ഡിഫറൻസ്, അതായത് നമുക്കറിയാം ഡിഫ്ലക്ഷൻ ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5/1/2 സൈൻ തീറ്റയ്ക്ക് പ്രൊപ്പോർഷണലാണ്. അപ്പോൾ സൈൻ തീറ്റയുടെ വാല്യൂ മാക്സിമം ആയിരിക്കണം. അപ്പോൾ സൈൻ തീറ്റയുടെ മാക്സിമം വാല്യൂ എപ്പോഴും ഉണ്ടാവുക 90 ഡിഗ്രി ആകുമ്പോഴാണ്, അതായത് ക്വാഡ്രേച്ചർ ആകുമ്പോൾ. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ B ആണ് ഉത്തരം കേട്ടോ. അപ്പോൾ ഇൻ ക്വാഡ്രേച്ചർ വിത്ത് ഈച്ച് അതർ ആണ് നമ്മുടെ ഉത്തരം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് മെഷർമെൻറ്റ്സിൻ്റെ ക്ലാസ് എടുത്തത്. വേറൊന്നുമല്ല, SSC JEക്ക് വേണ്ടി എല്ലാവരും പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ജസ്റ്റ് ഒരു ബ്രഷപ്പ് എന്ന പോലെയാണ്. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഡിസ്കസ് ചെയ്യുന്നു. അതിൻ്റെ ഇടയിൽ അതിന് റിലേറ്റഡായി ചോദിച്ച ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും നന്നായി പഠിക്കുക. പഠിക്കുന്നവർക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക. ഓക്കെ, താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ ഊർജ്ജം. താങ്ക് യു.